താങ്കൾ പറഞ്ഞല്ലോ, അപ്പോൾ നിരവധി ക്ലയൻസ് വരുന്നുണ്ട്, അവിടെ സെഷൻസ് കഴിയുമ്പോൾ അവരുമായിട്ടുള്ള കർമ്മബന്ധം അവിടെ കഴിയുകയാണ്. ഇപ്പോൾ ഒരു കാർമ്മിക കടം അല്ലെങ്കിൽ കർമ്മകടം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? കാർമിക് ഡെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാർമിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് താങ്കൾക്ക് ഈ ജന്മത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കാണും. പക്ഷെ അത് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് താങ്കളുടെ ഉന്നമനത്തിനോ ക്ഷേമത്തിനോ അല്ലെങ്കിൽ നന്മയ്ക്കോ വേണ്ടി ഞാനൊന്നും ചെയ്യാതെ, മൈൻഡ് പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്, നിങ്ങളതിൽ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് കർമ്മ കടമാകുക. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എല്ലാ ബന്ധങ്ങളിലും അത് തന്നെയാണ് അല്ലേ, കടങ്ങളും കർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ സെൽഫിഷ്നെസ് ഇല്ലാതെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് കർമ്മ കടമില്ലാതെ ആകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്. അത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളുകളിത് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഞാനൊരു ആൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നു, അയാൾ തിരിച്ചെനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് കറക്റ്റായിട്ടുള്ളൊരു കർമ്മമല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതാണ് ആ കർമ്മത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത. അപ്പം ഇത്തരത്തിലുള്ള ഡെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ അന്നദാനം പോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മൾ ചിന്തിച്ചോണം, ഞാൻ അന്നദാനം കൊടുക്കുന്നു, അല്ല എൻ്റെ പൈസ കൊണ്ട് ഞാൻ അന്നദാനം ചെയ്യുന്നു, ഇതെൻ്റെ കേമത്തരമാണ് എന്നും പറഞ്ഞിട്ടല്ല. ഈശ്വര അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തോ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളോ ഞാൻ ആരെയും വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തിനേലും വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും കർമ്മ കടങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുമാറാകണമേ. അത് ഈ ജന്മത്ത് ഈ ഒരു സമയത്ത് എനിക്ക് വീട്ടുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്നെ സംബന്ധിച്ച് എന്താണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പുണ്യപ്രവൃത്തി പള്ളിയിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പുറത്തെവിടെയോ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നു. എന്നെ കർമ്മകടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ, സംരക്ഷിക്കണമേ. അതാ എളിമയുള്ള മനസ്സോടെ എളിമയുള്ള ഹൃദയത്തോടു കൂടി ശാന്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ബുക്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രയറുണ്ട്, ഈശ്വര സമാധാനത്തോടെ ശാന്തമായി സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടി നന്മയുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് എന്നെയും എൻ്റെ ചുറ്റിലുമുള്ളവരെയും സഹായിക്കുമാറാകണമേ. അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തോ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിലോ ചെയ്തു പോയ കർമ്മകടങ്ങൾ ക്ഷമിക്കണമേ. വീണ്ടും ഒരു വാക്കുണ്ട്, ഞാനോ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള പൂർവികരോ ചെയ്തു പോയ കർമ്മകടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ, സംരക്ഷിക്കണമേ. അപ്പം നമ്മൾ ആ സംരക്ഷണം സേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പൂർവികരോടും അവർ ചെയ്തു പോയ കർമ്മങ്ങളുടെയും കടമുണ്ട്. മനസ്സിലായില്ലേ? പല ഫാമിലീസിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും പൂർവികർ ചെയ്തു പോയിട്ടുള്ള കർമ്മകടങ്ങൾ ഇഷ്ടം പോലെ കാണും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ കർമ്മകടങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകണം. അപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മളിത് അനുഭവിക്കുക എന്നുള്ളത്. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പൂർവികർ ചെയ്തു പോയ തെറ്റിൻ്റെ പരിണതഫലം എന്തിനാണ് ഞാൻ അനുഭവിക്കുന്നത്? എന്തിനാ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ജീവൻ, ഈ ഒരു ബോഡി, ഈ ഒരു ശരീരം, ഈ മുഖം, ഈ മുടിയ, നമ്മുടേതായിട്ടുള്ള എല്ലാം, ഇതിനൊക്കെ നമ്മളുടെ പൂർവികർക്കും ഉത്തരവാദികളാണ് അല്ലേ? അവരുടെ ആ ജീൻ, അവരുടെ ആ ഒരു സ്വഭാവം, അവരുടെ ആ ഒരു നേച്ചർ, ഇതൊക്കെ നമുക്കും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? നമുക്കും ഉണ്ട്. പിന്നെ ഈ പൂർവികർ അക്യുമുലേറ്റ് ചെയ്ത വെൽത്ത്, അതിപ്പോൾ വീടായിക്കോട്ടെ, വസ്തുവായിക്കോട്ടെ അല്ലേ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, പേരായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ഇനി ദുഷ്പേരായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഇത് പൂർവികർ അക്യുമുലേറ്റ് ചെയ്തതാണ്. ഈ അക്യുമുലേറ്റ് ചെയ്ത സംഭവങ്ങൾ നമ്മൾ ഈ ജന്മത്തും അനുഭവിക്കുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായി? ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് എൻ്റെ മമ്മി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ആ സ്ഥലം അല്ലെങ്കിൽ അതിനു മുമ്പ് അനുഭവിച്ചത് ആരാണ്? മമ്മിയുടെ പൂർവികരാണ്, മമ്മിയുടെ പിതാവ്, അങ്ങനെ പോവുക. അവരുടെ കർമ്മങ്ങൾ, നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കർമ്മങ്ങളുടെ ഫലം അവിടെ താമസിക്കുന്ന ആളുകളായിട്ടുള്ള നമ്മളെയും കൂടെ അഫക്റ്റ് ചെയ്യും. കാര്യം നമ്മൾ ആ ഒരു ലീനേജിൽ ഉള്ളതാണ്. ഇതാണ് പൂർവികരുടെ
കർമ്മഘടങ്ങൾ. അപ്പോൾ ഈ കർമ്മഘടങ്ങളും നമ്മൾ അനുഭവിച്ച് പോകേണ്ടതായിട്ട് വരും. അതിൻ്റെ ആഘാതമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതും വേണ്ട പ്രാർത്ഥനകൾ ചെയ്യുന്നതും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതും. ഇപ്പം എൻ്റെ കേസിലൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പൂർവികരായിട്ട് ചെയ്തു പോയ കർമ്മങ്ങളുടെ പരിണിതഫലങ്ങൾ അത് തിരുത്തുവാനുള്ള ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കും, ചേട്ടാ എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, എന്നെപ്പോലെ എൻ്റെ സഹോദരിയുണ്ട്, കസിൻസ് ഒരുപാട് പേരുണ്ട്, എന്തുകൊണ്ടാണ് അവർക്കൊന്നും അങ്ങനെ ഒരു വഴിയില്ലാത്തത്? കാര്യം അവരൊക്കെ പൂർണ്ണമായിട്ടും ഗൃഹസ്ഥത്തിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ലയിച്ചു പോകേണ്ട ആളുകളാണ്. എന്നെ സംബന്ധിച്ച് സ്പിരിച്വലും ഗൃഹസ്ഥവും കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെയ്തു പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലെ ആ ഒരു ചങ്ങല വേണമെങ്കിൽ ബന്ധിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ജന്മത്തെ ഈ ഒരു തലമുറയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പം നമ്മളുടെ കർമ്മഘടങ്ങൾ വീട്ടണമെന്നുണ്ടെങ്കിൽ വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. വൺസ് അഗെയിൻ എനിക്ക് പറയാനുള്ളൊരു കേസ്, ഈ പൂർവികരുടേതായിട്ടുള്ള കർമ്മഘടങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കടങ്ങൾ ഒക്കെ തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി അവരിവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് എന്താ പറയുക, ട്രാപ്പിലൊന്നും പോയി പെട്ടുപോകരുത്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രാർത്ഥന, എൻ്റെ ബുക്കിലെ പ്രാർത്ഥന തന്നെ സഫീഷ്യൻ്റ്. അത് രാവിലെ വൈകിട്ടും ആളുകൾ ചൊല്ലുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം ആ പ്രാർത്ഥനയിൽ ഹൃദയശുദ്ധതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ക്ഷമിക്കണം ഈശ്വര. പ്ലസ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന, അതിപ്പോൾ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു വസ്ത്രം ദാനം ചെയ്യുന്നതാകാം, ചെറിയ കാര്യങ്ങളാണ് അല്ലേ? ആ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ പൂർണ്ണമായ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ക്ഷമാപണം നടത്തി ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സാണ്. അത് ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥനകളോ പൂജകളോ ലക്ഷ്യങ്ങളോ മുടക്കിയിട്ടുള്ള കാര്യങ്ങളോ ഇതിലേക്കൊന്നും ആരും പോകേണ്ട കാര്യമില്ല. അപ്പോൾ പൂർവ്വീകർ ചെയ്തതിൻ്റെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ റീസൺ മനസ്സിലായില്ലേ? അവരുടെ നമ്മൾ പറയത്തില്ലേ ചോരയും നീരയും വേർപ്പും അവരുടെ കഷ്ടപ്പാടും അവരുണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും വീട്ടിലെ സൗകര്യങ്ങളും ഇതെല്ലാം നമ്മളും അനുഭവിക്കുക. പൂർവിക സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ഇതൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? പൂർവികരായിട്ട് ചെയ്തിരിക്കുന്നതല്ലേ. അപ്പോൾ അവരായിട്ട് അത് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ അവർ പല മാർഗങ്ങൾ, പണ്ട് കാലത്തൊക്കെ ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ജോലിക്കാരെ ഉപദ്രവിച്ച കേസസ് ഉണ്ട്, മറ്റ് മനസ്സിലായില്ല മർഡർ, അങ്ങനത്തെ പല വിഷയങ്ങളോട് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കാരണവന്മാർ പോയി, എന്നിരുന്നാൽ പോലും അടുത്ത തലമുറകളാണ് ഇത് അനുഭവിക്കുന്നത്. കാര്യം എന്താ, നമ്മൾ ഇതൊക്കെ അനുഭവിച്ച് വരികയാണ്, ഇതെല്ലാം അനുഭവിച്ച് നമ്മൾ വരിക. അപ്പം അതിപ്പോൾ അച്ഛൻ്റെ സൈഡിൽ നിന്നായിക്കോട്ടെ അമ്മയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ, നമുക്കുള്ള എന്തൊക്കെയോ അതെല്ലാം നമ്മുടെ പൂർവികരുമായിട്ടും കണക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലെ കോംപ്ലിക്കേഷൻസ് നമ്മളും അനുഭവിക്കാൻ ബാധ്യസ്ഥരായി പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം പൂർവികരുമായിട്ടുള്ള കർമ്മഘടങ്ങൾ കഴിയുന്നതും നമ്മളത് ക്ലിയർ ചെയ്ത് അതിന് വേണ്ട പരിഹാര കർമ്മങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് പോകണം. പോയി കഴിയുമ്പോഴത്തേക്കും സ്വസ്ഥമായിക്കോളൂ. പിന്നെ ഇവരുടെയൊക്കെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാര്യം ഇവരൊക്കെയും പലപ്പോഴും ഒരുപക്ഷെ ലോവർ തലത്തിലായിരിക്കാം, താഴ്ന്ന മണ്ഡലങ്ങളിലായിരിക്കാം. ഹയർ സ്റ്റേജിലേക്ക് പോകാനായിട്ട്, ഉയർന്ന മണ്ഡലത്തിലേക്ക് പോകാനായിട്ട്, ആത്മശാന്തി സ്റ്റേജിലേക്ക് പോകാനായിട്ട്, ഇനി ചില കേസസിൽ റീബർത്ത് കാണും, റീബർത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന നൽകണം. അതും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാർട്ടോടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയ മറ്റൊരു കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? എങ്ങനെയാണ്? ഇപ്പോൾ ചിലർ പറയുന്നു ഒരു പേപ്പറിൽ എഴുതി വെക്കൂ, ചിലർ പറയുന്നു ചന്ദ്രനെ നോക്കൂ, ചിലർ പറയുന്നു സ്പ്രേ അടിക്കൂ. സ്പ്രേ അടിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്ത് സ്പ്രേ ആണ്? നമ്മുടെ ടെക്നിക്സ് എഴുതൂ, അതിൽ സ്പ്രേ അടിച്ചു വെക്കൂ, സുഗന്ധം പുരട്ടു, അങ്ങനെ. നീ അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സത്യമാണോ? അത് സത്യമാണ്. അത് വർക്കൗട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുന്നു, അത് സംഭവിക്കുവാനും അത് നന്മയായിട്ട് വരുവാനും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഊർജ്ജത്തിനെ മൊത്തം അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇതാണ് മാനിഫെസ്റ്റേഷൻ. പേപ്പറിൽ എഴുതി വെക്കുന്ന ആ ഒരു കാര്യം
അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുന്ന ഒരു കേസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കൊന്നും അറിയത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം അത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. ഞാൻ അന്ന് എഴുതിയത് മൊത്തം IAS കാര്യമാണോ എന്നുള്ളത്, പക്ഷെ അതായിട്ടില്ല. എന്നാൽ അതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഈ പ്രപഞ്ചം നമ്മളെ തയ്യാറാക്കി എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണോ ഉചിതമായിട്ടുള്ളത് അത് തന്നെ സംഭവിക്കും. അപ്പം മാനിഫെസ്റ്റേഷനിൽ ഒരാൾ എനിക്ക് 50 ലക്ഷം രൂപ നാളെ വേണം എന്നും പറഞ്ഞുകൊണ്ട് എഴുതുന്നതല്ല. ഒരു പക്ഷേ ആ 50 ലക്ഷം രൂപ അയാൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള നല്ലൊരു ജോബ് പൊസിഷന്, മനസ്സിലാകുന്നുണ്ടോ? 50 എന്നുള്ളത് ഞാൻ കുറച്ച് എക്സാജറേഷൻ ഇട്ടതാണ്. അല്ലെങ്കിൽ അതുപോലെ നല്ല രീതിക്ക് പോകാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുവാനോ അങ്ങനെ ഒരു ഐഡിയയോ കാര്യങ്ങളോ ഒക്കെ വരും. ഇതാണ് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യുന്ന രീതി. അല്ലാതെ നമ്മൾ അതിഭീകരമായ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അത് തന്നെ വേണം, അത് തന്നെ വേണം, അത് തന്നെ വേണം എന്ന് പറയുന്നത് കാര്യമില്ല. അതല്ല മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യുന്ന രീതി. നമുക്ക് നന്മ എന്താണോ അത് വരും. അപ്പം നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ലിസ്റ്റ് പ്രാക്ടിക്കലായിരിക്കുക. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുകയും കൂടെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ പേപ്പറിൽ ഇതെല്ലാം കൂടെ എഴുതി വെച്ചിട്ട് ഞാനിവിടെ അനങ്ങാതെ ഇരുന്ന് സിനിമയൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അതങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല. ചില ആളുകളുണ്ട്, എനിക്ക് വിദേശത്ത് മസ്റ്റായിട്ടും പോകണം, അതിനു വേണ്ടി ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും എക്സാംസും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യും, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിന് ഫോക്കസ് കൊടുക്കും. ഫോക്കസ് കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കും. അതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റേഷനായിരുന്നു എനിക്ക് PhDക്ക് വിത്ത് ഫണ്ടിൽ കിട്ടുക എന്നുള്ളത്. വിത്ത് ഫണ്ടിൽ. അതിന് മുമ്പ് എനിക്ക് PhDക്ക് അഡ്മിഷൻ 2014 കിട്ടി. യൂണിവേഴ്സിറ്റി ഓഫ് ലാപ്ലാൻഡ് എന്ന് പറയും. നമ്മുടെ സാന്താക്ലോസ് കേട്ടിട്ടില്ലേ? സാന്താക്ലോസിൻ്റെ സ്ഥലമാണ് ലാപ്ലാൻഡ്, ഫിൻലൻഡിൽ. അപ്പോൾ എനിക്ക് അവിടുന്ന് PhDക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ 1 വർഷം അത് ഓൺലൈനിൽ ചെയ്തു. പക്ഷേ എനിക്ക് വിത്ത് ഫണ്ടിങ് അല്ലാതെ. അപ്പോൾ വിത്ത് ഫണ്ടിങ് അല്ലാതെ നമുക്ക് ആ ഏരിയയിലേക്ക് പോകാനേ പറ്റത്തില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, ഈശ്വര എനിക്ക് വിത്ത് ഫണ്ടിങ്ങിൽ PhDക്ക് അഡ്മിഷന്, അതും പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ കിട്ടണം എന്ന് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ലിത്വേനിയയിലേക്ക് എനിക്ക് വിത്ത് ഫണ്ടിങ്ങിൽ വീണ്ടും തിരികെ പോകാൻ പറ്റിയത്. ഒരു കാര്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരൊറ്റ സീറ്റേ ഉള്ളൂ 1 വർഷം, മനസ്സിലായോ? ആ ഒരു സീറ്റ് കിട്ടി. അപ്പോൾ അതൊരു വലിയ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ അത് പോസിബിളാകും എന്ന് പറയുന്നത് പോലെ ഇനിയും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യമുള്ള, നമ്മുടെ ഇൻറ്റൻഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം, ഷാർപ്പായിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, അതിനു വേണ്ടി പരിശ്രമിക്കണം, വെറുതെ ഇരിക്കാൻ പാടില്ല. സോ ഇറ്റ് ഈസ് പോസിബിൾ. സ്പ്രേ കേസ് എനിക്കറിയത്തില്ല, അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റിയാണ്. പക്ഷെ അത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുക, ദുരുപയോഗിക്കാതിരിക്കുക, ദുർപരിപാടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക.